ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉത്രാടായിട്ട് ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഉത്രാട പാച്ചിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ കിച്ചണിൽ കയറി മെനക്കെടാൻ നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു യോഗ ബാറാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനർജിയും കിട്ടും, അതുപോലെ വയറ് ഫില്ലായിരിക്കും കേട്ടോ. എപ്പോഴും അങ്ങനെ വിശക്കത്തൊന്നുമില്ല. ഈ ഒരു എനർജിയിൽ വേണം എനിക്ക് ഉച്ച വരെ ഒന്ന് പിടിച്ച് നിൽക്കാൻ. ആദ്യം തന്നെ പച്ചക്കറി വാങ്ങിക്കാനാണ് കേട്ടോ പോയത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും, പിന്നെ ഈ പച്ചക്കറിയൊക്കെ തിരിവായും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ തിരക്കും ഉണ്ടാവത്തില്ല, അതുപോലെ നോക്കി വാങ്ങിക്കുകയും ചെയ്യാം. എനിക്കാണെങ്കിൽ ഇത് എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കണം എന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൈക്കണക്കനുസരിച്ചാണ് ഈ എടുത്തിടുന്നത്. രാവിലെ തന്നെ വന്നുകൊണ്ട് എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഇരിക്കുന്നത് മൊത്തം. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ ലോഡൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ അമ്മ കടയിൽ പോകുമ്പോൾ ഒരു ലിസ്റ്റിങ് തന്നു വിടും കേട്ടോ. ഇത്തവണ ഞാൻ വലിയ ആളുകൾ ചെന്ന് വേണ്ടാന്ന് പറഞ്ഞ് പോകുന്ന കയ്യിൽ നിന്ന് പോകുന്ന ഒന്നേ. സത്യം പറഞ്ഞാൽ എന്തൊക്കെ വാങ്ങിക്കണം എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ പൈസയ്ക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണി കണ്ടതെല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ അത്ര ഒരു ടൈമിനുള്ളിൽ തന്നെ ഞാൻ ഇവിടുത്തെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുള്ളത് പോണ വഴിക്കാൻ റിലയൻസിൽ കൂടെ ഒന്ന് കയറി. ഇവിടെ രാവിലെ തന്നെ വന്നുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബഹളമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ തീർക്കാൻ പറ്റി. എനിക്കാണെങ്കിൽ ആൾക്കാർ കൂടുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്ന് എറണാകുളം പോകണമായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ എനിക്കിടാൻ ഡ്രസ്സില്ല. പിന്നെ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ നേരെ യൂസ് ചെയ്യാൻ പോയി. അവിടെ നിന്ന് കുറേ കുർത്തീസൊക്കെ നോക്കി അതിനൊരു സെലക്ട് ചെയ്തു കേട്ടോ. അവിടെയാണെങ്കിൽ കമ്മൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണ് ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ വാങ്ങിയിട്ട് പോരായിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്ന് രണ്ട് കമ്മലും വാങ്ങി അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞ് ഇങ്ങ് പോന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സ് മാറിയിട്ടോ. ഈ കുർത്തയാണ് ഞാൻ വാങ്ങിയത്. ഇനി നേരെ എറണാകുളം പോവാണേ. പോകുന്ന വഴിക്ക് തൃപ്പൂണിത്തുറയിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറേ പൂക്കച്ചവടക്കാരുണ്ട് കേട്ടോ. ഞാനും ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്തായാലും തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് ചിരിക്കുക. കാരണം ഇപ്പം എല്ലാം കൂടി വാങ്ങിച്ച് കൈ പിടിക്കുകയാണെങ്കിൽ പിന്നെ ഷോപ്പിങ്ങിന് ഇടയ്ക്കിട്ട് എല്ലാം വാങ്ങി പിടിച്ചുകൊണ്ടിരിക്കണം. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ എന്തായാലും തിരിച്ചു പോകുവാണ്. അവൻ കുറേ നാളായിട്ട് പറയുന്നതാണ് അവനൊരു ഹെൽമെറ്റ് വേണമെന്ന്. അവൻ ഏതോ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് കടയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ അവന് വേണം. എന്നാൽ പിന്നെ ആദ്യം അത് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു നീല ഹെൽമെറ്റാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ല കേട്ടോ. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുക്കണം എന്നല്ലേ. അത് പിന്നെ അങ്ങ് സാധിച്ചു കൊടുത്തു. അവന് സന്തോഷമായി. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. പഴയ ഹെൽമെറ്റ് മാറ്റി പുതിയ ഹെൽമെറ്റ് വെച്ചപ്പോൾ തന്നെ ചെക്കൻ്റെ തലയ്ക്ക് ഒരു ഐശ്വര്യമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണേ. അത് ആ കൺഫ്യൂഷനായി. എവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. ശിവാട്ടി പോകണോ ജയലക്ഷ്മി പോകണോ അതോ വേറെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ച അവസാനം ജയലക്ഷ്മി തന്നെ വന്നു കേട്ടോ. വീട്ടുകാർക്ക് പൊതുവെ ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ സ്റ്റുഡിയോയും വെച്ചാനവും വെബ്സൈഡൊക്കെ വന്നേ പിന്നെ നമ്മളാരും ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ സാരി ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാരിക്കാണെങ്കിൽ ഭയങ്കര കളക്ഷൻ ഇവിടെ. അമ്മയ്ക്കും അച്ചമ്മയ്ക്കും പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും കൂടി വാങ്ങണമായിരുന്നേ. അമ്മയ്ക്ക് ഞാനൊരു സിൽക്ക് സാരിയാണ് വാങ്ങിച്ചത്. പിന്നെ അച്ചമ്മയ്ക്കും അതുപോലെ അമ്മമ്മയ്ക്കും ഞാൻ കുറച്ച് ഡെയിലി യൂസിന് പറ്റിയ കോട്ടൺ സാരിയും അതുപോലെ കുറച്ച് ഈ തളതളാന്നിരിക്കുന്ന സാരിയില്ലേ അതുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അനിയത്തിക്ക് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന അനാർക്കലി മോഡൽ ആ ഒരു ടൈപ്പ് ഡ്രസ്സില്ലേ അതാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. അവൾക്കും ഇതുപോലത്തിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. പിന്നെ അച്ഛനൊരു ഷർട്ടും കൊണ്ടും അതും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തത്. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് ഇവിടുത്തെ ഷോപ്പിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അന്യായ വെയിൽ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്ത് തന്നെ കാഴ്ച ചെന്നപ്പോഴോ അവിടെയാണെങ്കിൽ ടോക്കൺ കൊടുത്ത ആൾക്കാരെ കയറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നേരെ ബിരിയാണി.comൽ പോയിട്ടോ. അവിടെ അവനൊരു ബീഫ് ബിരിയാണി ഞാനൊരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. അവൻ ഇവിടുത്തെ ബീഫ് ബിരിയാണി ഫാനാണ്. ഞാനിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളതാണ് കേട്ടോ. എനിക്കിവിടുത്തെ കല്യാണ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണേ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കുപ്പി വാങ്ങിക്കാൻ വേണ്ടി നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വെള്ളം ഇല്ലാതെ എന്ത് വള്ളം കളി എന്ന് പറയുന്നത് കുപ്പി ഇല്ലാതെ എന്ത് ഓണമല്ലേ. അവർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂ വാങ്ങിക്കാൻ വേണ്ടി പോണേ. തൃപ്പൂണിത്തുറയെ വാങ്ങിച്ച് കൈ പിടിക്കാൻ കഴിയത്തോണ്ട് ഇവിടെ വൈക്കിയെത്തിയപ്പോഴാണ് ഞങ്ങൾ പൂ വാങ്ങിച്ചത്. അവിടത്തേക്കാളും കുറച്ചുകൂടി റേറ്റ് ഇവിടെ കൂടുതലാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം എല്ലാ കളർ പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത്ര അടുത്ത് കിട്ടുന്നതുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ സൗകര്യം. അങ്ങനെ എല്ലാ പൂവും ഓരോ കിലോ വെച്ച് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. പിന്നെ പോരുന്ന വഴിക്ക് കുറച്ച് മുല്ലപ്പൂ കൂടി വാങ്ങിച്ചു കേട്ടോ. കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായി. ഇനിയിപ്പോൾ പൂവൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം. ഇതാണെങ്കിൽ ആദ്യം നമുക്ക് കവറിൽ നിന്ന് മാറ്റി വയ്ക്കാം, അല്ലാതെ അവിടെ കിടന്ന് വാടിപ്പോവും. ഇനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ പൂവൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം. പിന്നെ നാളത്തെ സദ്യയുടെ കാര്യങ്ങൾ നോക്കണം, പച്ചക്കറി അരിഞ്ഞു വെക്കണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ അല്ലോ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ.